വചനം 21 വാക്കർത്ഥം. വ ഇന്നലക്കും നിശ്ചയമായും നിങ്ങൾക്കുണ്ട് ഫിൽ അൻആമി കന്നുകാലികളിൽ ലഇബ്റതൻ ചിന്താപാഠം ഉറ്റാലോചിക്കുവാനുള്ള വിഷയം. നുസ്ഖേക്കും നിങ്ങൾക്ക് നാം കുടിക്കുവാൻ തരുന്നു കുടിപ്പിക്കുന്നു. മിമ്മ യാതൊന്നിൽ നിന്ന് ഫീ ബുതൂനിഹ അവയുടെ ഉദരങ്ങളിൽ അഥവാ വയറുകളിൽ ഉള്ള. വലക്കും നിങ്ങൾക്കുണ്ട് ഫീഹ അവയിൽ മനാഫിഉ ഉപയോഗങ്ങൾ ഉപകാരങ്ങൾ കസീറത്തുൻ വളരെ അധികം. വമിൻഹ അതിൽ നിന്ന് തഅ്കുലൂൻ നിങ്ങൾ തിന്നുകയും ചെയ്യുന്നു. وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُم مِّمَّا فِي بُطُونِهَا وَلَكُمْ فِيهَا مَنَافِعُ كَثِيرَةٌ وَمِنْهَا تَأْكُلُونَ. നിശ്ചയമായും കന്നുകാലികളിലും നിങ്ങൾക്ക് ചിന്താപാഠമുണ്ട്. അവയുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്കു നാം പാൽ കുടിക്കുവാൻ തരുന്നു. നിങ്ങൾക്ക് അവയിൽ വളരെ ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾ അവയിൽ നിന്ന് ഭക്ഷണം തിന്നുകയും ചെയ്യുന്നു. വചനം 22 വാക്കർത്ഥം. വഅലൈഹ അവയുടെ മേലും വഅലൽ ഫുൽക്കി കപ്പലുകളിലും തുഹ്മലൂൻ നിങ്ങൾ വഹിക്കപ്പെടുന്നു അഥവാ നിങ്ങളെ ചുമന്നുകൊണ്ടുപോകുന്നു. وَعَلَيْهَا وَعَلَى الْفُلْكِ تُحْمَلُونَ. അവയുടെ മേലും കപ്പലുകളിലുമായി നിങ്ങൾ യാത്രയിൽ വഹിക്കപ്പെടുകയും ചെയ്യുന്നു. 21-22 വചനങ്ങളുടെ വിശദീകരണം. അള്ളാഹുവിൻ്റെ ശക്തിമഹാത്മ്യങ്ങൾ, ഈ ലോകവ്യവസ്ഥയിലടങ്ങിയ യുക്തിരഹസ്യങ്ങൾ, പരലോക ജീവിതം ആദിയായവക്കുള്ള തെളിവുകൾ 3 മാർഗങ്ങളിൽ കൂടി മനുഷ്യനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. മനുഷ്യൻ്റെ ആദ്യന്തമുള്ള അസ്തിത്വത്തിൻ്റെ ചരിത്രം അഥവാ ശരീരരോഗം ആലമുൽ അംഫുസ് തന്നെ അതിന് തെളിവാകുന്നു. അവന് പുറമെയുള്ള മറ്റെല്ലാ വസ്തുക്കളും അടങ്ങുന്ന ബഹിർലോകവും അഥവാ ആലമുൽ ആഫാഖ് ആ സത്യങ്ങളുടെ സാക്ഷികളത്രേ. ബഹിർലോക സാക്ഷ്യങ്ങളിൽ പ്രപഞ്ച വസ്തുക്കളുടെയും അവയിലടങ്ങിയ പ്രകൃതിയുടെയും ലക്ഷ്യങ്ങളാകുന്ന പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ് അഥവാ അൽ ആയാത്തുൽ കൗനിയയാണ് മറ്റൊന്ന്. ഇതാണ് രണ്ടാമത്തേത്. കഴിഞ്ഞുപോയ ജനതകളുടെ സ്ഥിതിഗതികളും അനുഭവങ്ങളും അടങ്ങുന്ന ചരിത്ര ലക്ഷ്യങ്ങളത്രേ മൂന്നാമത്തേത്. ഇതിനെക്കുറിച്ച് അയ്യാമുള്ള അഥവാ അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ അഥവാ പ്രവർത്തനങ്ങൾ എന്നും അൽ ബറാഹീനുൽ അമലിയ പ്രാവർത്തിക ലക്ഷ്യങ്ങൾ എന്നും പറയാറുണ്ട്. ഈ 3 വിധത്തിലുള്ള തെളിവുകളും ഖുർആനിൽ മാറി മാറി വിവരിക്കപ്പെടുന്നത് കാണാം. 12 മുതൽ 16 വരെയുള്ള വചനങ്ങൾ മനുഷ്യൻ്റെ സ്വന്തം സൃഷ്ടികാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനും 17 മുതൽ 22 വരെ വചനങ്ങൾ പ്രപഞ്ച ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ഉത്ബോധിപ്പിക്കുന്നു. 23 തുടങ്ങി 50 വരെയുള്ള വചനങ്ങൾ ചരിത്ര സംഭവങ്ങളെയാണ് വിവരിക്കുന്നത്. ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചും മാറ്റിമാറ്റിയും കൊണ്ട് ലക്ഷ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും വിവരിക്കുന്നത് നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും തട്ടിയുണർത്തുവാനല്ലാതെ മറ്റൊന്നിനുമല്ല.